ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പച്ചക്കറി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പച്ചക്കറിയൊക്കെ മേടിച്ച് വരുന്ന വഴി ഇത് കണ്ട ഒരു അടിപൊളി ചായക്കടയാണ് കേട്ടോ. കാണാൻ തന്നെ എന്താ ഭംഗി. ഒന്നും നോക്കിയില്ല, നേരെ കയറി. ഞങ്ങൾ എന്താണ് രാവിലെ കഴിക്കാനുള്ളതെന്ന് വെച്ചപ്പോൾ ചായയും ഉഴുന്നുവടയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനൊരു ചായയും എനിക്ക് ബ്രൂ കോഫിയും പിന്നെ ഉഴുന്നുവടയും ഓർഡർ ചെയ്തു. നല്ല ചൂട് വടയായിരുന്നു. വടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചട്നി ചമ്മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രാമം വഴി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് വേഗം റെഡിയായിട്ട് ആലത്തൂർ പോവാണ്. എന്താണെന്നറിയോ സംഭവം? ജെമിനി സർക്കസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതേ സർക്കസ് കാണാൻ പോയിട്ട് റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിൽ പോലെ തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. ചേട്ടനോട് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ നേരെ കൊണ്ട് ജ്യൂസ് കടയിൽ കൊണ്ട് നിർത്തി. അവിടെ നിന്ന് ഓരോ പൈനാപ്പിൾ ജ്യൂസ് ഞങ്ങൾ കുടിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കുടി കഴിഞ്ഞ് ഞങ്ങളതേ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറി. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് അതിഥികൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സർക്കസ് തുടങ്ങി. സർക്കസിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ 2 ഷോയാണുള്ളത്. ഒന്ന് 4 മണിക്കും പിന്നെ ഒന്ന് 7 മണിക്കും. പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ 3 ഷോ ഉണ്ട്. 1 മണിക്കും 4 മണിക്കും 7 മണിക്കും. അത്യാവശ്യം നല്ലൊരു സർക്കസ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതിലത്തെ ചില സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ജോക്കർ സിനിമ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സർക്കസൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോണത് വടക്കഞ്ചേരിയിലേക്കാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ആകാശം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. ഇപ്പോൾ അതും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് വടക്കഞ്ചേരിയിലുള്ള മുംബൈ ബസാറിലെത്തി. ഇവിടെ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് കേട്ടോ എല്ലാത്തിനും. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഏതെടുത്താലും 10 15 എന്നൊക്കെ പറഞ്ഞ് എല്ലാം എടുത്ത് വന്നപ്പോൾ ചേട്ടൻ്റെ പേഴ്സ് കാലിയായോ എന്നൊരു സംശയം. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ ഒരു ബേക്കറിയിലേക്ക് കയറി കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ മേടിച്ചിറങ്ങിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വിശന്നു. ഒരു തട്ടുകടയിൽ കയറി കപ്പയും ബീഫും കഴിച്ചു. അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തി. മേടിച്ച സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. അതേ ഈ കാണുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ ഇവിടെ കത്തിയൊക്കെ മേടിച്ചിട്ട് മലപ്പുറം കത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷോ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.